ചൂർണിക്കര പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് ഡിവൈഎഫ്ഐ ചൂർണിക്കര മേഖലാ കമ്മിറ്റി. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാത്ത പഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന ആരോപണവുമായാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചത്. 2ാം വാർഡ് ഹൈവേയിൽ അനധികൃതമായി മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്നും ഉടനെ മാലിന്യം നീക്കം ചെയ്യാൻ പഞ്ചായത്ത് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ. ചൂർണിക്കര പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്നുവെന്ന പരാതി. ചൂർണിക്കര 2ാം വാർഡിൽ ഹൈവേയിൽ പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന CCTV വേസ്റ്റ് ഇടുന്നവർക്ക് സഹായമാകുന്ന വിധത്തിലാണ്. CCTVയിൽ വേസ്റ്റ് ഇടുന്നവരെ കിട്ടണമെങ്കിൽ ഹൈവേയിൽ സ്ഥാപിച്ചിരുന്ന CCTV വടക്ക് തെക്ക് ദിശയിലായിരുന്നു. എന്നാൽ ക്യാമറ ഇപ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിച്ചുവച്ചിരിക്കുന്നത് വേസ്റ്റ് ഇടുന്നവരെ സഹായിക്കും വിധമാണ്. ഇതുമൂലം വലിയ അഴിമതിയാണ് പഞ്ചായത്തിൽ നടക്കുന്നതെന്നും വേസ്റ്റ് കുമിഞ്ഞു കൂടും വരെ പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുകയും വേസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ അതെടുത്തു മാറ്റുന്നതിന് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ടെൻഡർ നൽകി വിഹിതം പറ്റുന്നതിന് വേണ്ടിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 25 ലക്ഷം രൂപ CCTV സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്നു. ഈ ഭരണസമിതി വന്നതിന് ശേഷം ഈ 25 ലക്ഷം രൂപ വിനിയോഗിച്ച് ഇവിടെ പല ഭാഗങ്ങളിലായി പഞ്ചായത്തിൻ്റെ CCTV സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ 2ാം വാർഡിൻ്റെ പ്രദേശമായിട്ടുള്ള ഗ്യാരേജിങ് ഒരു CCTV സ്ഥാപിച്ചിരിക്കുന്നത് ഒന്ന് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശ എന്ന് പറയുമ്പോൾ ഒന്ന് സൂര്യോദയവും ഒന്ന് സൂര്യാസ്തമനവും കാണുന്ന രീതിയിലാണ് പഞ്ചായത്ത് CCTV സ്ഥാപിച്ചിരിക്കുന്നത്. ശരിക്കും ഈ വേസ്റ്റ് ഇടുന്നവരെ പിടിക്കാനായിട്ടാണ് CCTV വന്നതെങ്കിൽ അത് വടക്ക് തെക്ക് ഭാഗങ്ങളിലായിട്ടാണ് CCTV സ്ഥാപിക്കേണ്ടത്. അത് വേസ്റ്റ് ഇടുന്നവർക്ക് ഒരു മൗനാനുവാദം കൊടുക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ സായാഹ്നം ചിലവഴിക്കാൻ എത്തിയിരുന്ന പഞ്ചായത്തിന്റെ പൂന്തോട്ടമായിരുന്ന സടക്ക് റോഡ് ഇന്ന് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനാൽ സടക്ക് റോഡിൽ CCTV സ്ഥാപിക്കണമെന്ന ആവശ്യവും ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ചു. വരും ദിവസങ്ങളിൽ തന്നെ മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറിയിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ അതിമനോഹരമായിട്ട് കൃഷിയും പൂന്തോട്ടമൊക്കെ ആയിട്ട് നിന്ന സ്ഥലമാണ് ഈ സടക്ക് റോഡ് എന്ന് പറയുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ റോഡിലൂടെ യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. റോഡിന്റെ പകുതി വരെയാണ് മാലിന്യങ്ങൾ കുന്നൂട്ടി നടക്കുന്നത്. അതിലെ പട്ടികളടക്കം സഞ്ചരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ ഡിവൈഎഫ്ഐ ഇന്ന് സെക്രട്ടറിനെ കണ്ട് പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ആഴ്ചക്കകം തന്നെ ഈ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് ഡിവൈ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആഴ്ചക്ക് മാറ്റിയില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് ഡിവൈഎഫ്ഐ മാറുമെന്നാണ് സെക്രട്ടറിനെ ബോധിപ്പിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ചൂർണിക്കര മേഖലാ സെക്രട്ടറി AS ടിജിത്, പ്രസിഡന്റ് സമീർ പാറക്കാട്ട്, ട്രഷറർ PM അഫ്സൽ, അജി ഐരർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.